അന്തരിച്ച MT-യോടുള്ള ആദരസൂചകമായി സർക്കാർ പൊതുപരിപാടികൾ റദ്ദാക്കിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാലിക്കാതെ മൃഗസംരക്ഷണ വകുപ്പ് 100ഓളം പേരെ പങ്കെടുപ്പിച്ച് വകുപ്പ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഡയറക്ടറുടെ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. പരിപാടി മാറ്റിവെക്കണമെന്ന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയുടെ നിർദ്ദേശം ലംഘിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി. റിനു, പരിപാടിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഈ സർക്കാരിന്റെ ഒരു മുന്നറിയിപ്പ് ഇത്തരത്തിൽ ഉള്ള സാഹചര്യത്തിലും ഈ പരിപാടി നടത്തിയത് എങ്ങനെയാണ്? അതിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പങ്കാളിത്തം അറിയിച്ചത് എങ്ങനെയാണ്? റോഷ്നി, MD-യുടെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് പൊതുപരിപാടികളും അതുപോലെ തന്നെ സർക്കാർ പരിപാടികളും പൂർണ്ണമായി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാരും ഒപ്പം മുഖ്യമന്ത്രി തന്നെ അതിന് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഇന്നലെയും ഇന്നും അത്തരത്തിലുള്ള പരിപാടികൾ വേണ്ട എന്നുള്ള ദുഃഖസൂചകമായി ഒരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ മൃഗസംരക്ഷണ വകുപ്പ് അത് അനുസരിച്ചില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയാണ് പേരൂർക്കടയിലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിങ് സെന്ററിൽ തിരുവനന്തപുരം ജില്ലയിലെ ഫാം ജീവനക്കാർക്ക് വേണ്ടി ഒരു ട്രെയിനിങ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ ഒരു നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി തന്നെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും ഈ പരിപാടി മാറ്റിവെക്കണമെന്നും കൃത്യമായി തന്നെ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. പക്ഷേ അത് കേൾക്കാതെയാണ് ഈ ഉദ്യോഗസ്ഥർ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതായത് നിലവിളക്ക് വെച്ച് ഹാരമിട്ട് വലിയ ആഘോഷ പരിപാടിയായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം പങ്ക് എടുത്തുകൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. എന്തായാലും മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ സിന്ധു ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഇവർ പറയുന്ന ന്യായമെന്ന് പറയുന്നത് MD-ക്ക് വേണ്ടി 1 മിനിറ്റ് നമ്മൾ ദുഃഖം ആചരിച്ചിട്ടുണ്ട്, നിലവിളക്ക് കൊളുത്തിയിട്ടില്ല, ഈ വേദിയിൽ ഹാരമിട്ട് കൊണ്ടുവച്ചതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ദുഃഖസൂചകം തന്നെയായിരുന്നു. പക്ഷേ ഈ തൊഴിലാളികളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇന്നൊരു പരിശീലന പരിപാടി ഉണ്ട് എന്നുള്ളത്. അത് മാറ്റിവെക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നു. നമുക്കറിയാം ഇത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ അത് മാറ്റിവെക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇതിൽ കൃത്യമായ അറിയിപ്പ് നൽകി ഇത് വേണ്ട എന്ന് വെക്കാവുന്നതാണ്. പക്ഷേ അതൊന്നും നൽകാതെ ഈ പരിപാടി വലിയ രീതിയിൽ ആഘോഷിച്ച് ഉദ്ഘാടന വേദി ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്യന്തം നാണക്കേടായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി പോലും ഇത്തരം പരിപാടികൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് അത് അനുസരിക്കാതെ ഈ ഒരു നിലപാടിലേക്ക് പോയത് MD-യോടുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ആദരം നൽകാത്ത ഒരു തീരുമാനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. റോഷ്നി, റിനു, ഇത്തരം സാഹചര്യത്തിലൊക്കെ പ്രധാനപ്പെട്ട സർക്കാരിന്റെ പരിപാടികൾ തന്നെ സർക്കാർ മാറ്റിവെക്കാറുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വകുപ്പ് പരിപാടി തുടരാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത്, അതിന് ഇനിയിപ്പോൾ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ നടപടി പ്രതീക്ഷിക്കാമോ റിനു? നിലവിൽ നമ്മൾ മന്ത്രിയുടെ ഓഫീസിലൊക്കെ ബന്ധപ്പെട്ടിരുന്നു. കൃത്യമായി തന്നെ ഇത് പരിശോധിക്കും, എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കും എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം മന്ത്രിസഭാ യോഗം, അതുപോലെ തന്നെ മന്ത്രിതല അദാലത്തുകൾ, മറ്റ് മുഖ്യമന്ത്രിയുടെ പരിപാടി, മന്ത്രിമാരുടെ പരിപാടി, ഇതടക്കം എല്ലാം തന്നെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടിയൊക്കെ തന്നെ ഷെഡ്യൂൾ ചെയ്തിരിക്കാം. ഇതെല്ലാം തന്നെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ പങ്കെടുക്കേണ്ടുന്ന ഒരു പരിശീലന പരിപാടിയിൽ നിന്ന് പിന്മാറാൻ വേണ്ടി മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാകാത്തത്. അവർ പറയുന്ന ന്യായവാദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ചിരിവരും. കാരണം MD-ക്ക് വേണ്ടി 1 മിനിറ്റ് ഞങ്ങൾ ഈ പരിപാടിയുടെ മുന്നേ ആദരം അർപ്പിച്ചു, ഒപ്പം നിലവിളക്കും ഹാരം കൊണ്ട് അലങ്കരിച്ച നിലവിളക്ക് വെച്ചത് മാത്രമല്ലാതെ അത് കത്തിച്ചിട്ടില്ല. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുക്കുകയും പ്രഭാഷണങ്ങൾ ഉൾപ്പെടെ, പ്രസംഗങ്ങൾ ഉൾപ്പെടെ, ഉദ്ഘാടനം ഉൾപ്പെടെ തന്നെ ഈ പരിപാടിയിൽ ഉണ്ടാവുകയും ചെയ്തു. ഒരു ദിവസം മുഴുവനായി, അതായത് ഏകദിന പരിശീലന ക്യാമ്പാണ്. രാവിലെ 10:30 ആരംഭിച്ച് വൈകുന്നേരം 4 മണി വരെ ഈ പരിപാടി ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.